മന്ത്രി അനൂപ് ജേക്കബിനെതിരെ തുറന്നടിച്ച പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ. അനൂപിന്റെ പക്വതയില്ലായ്മയും രാഷ്ട്രീയ പരിചയക്കുറവുമാണ് അങ്കമാലി സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണമെന്നും UDF തന്നെ പന്ത് തട്ടുകയായിരുന്നെന്നും ജോണി നെല്ലൂർ പീപ്പിൾ TVയോട് പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോണി നെല്ലൂർ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ VV രാജേഷ്, ശ്രീ ഫക്രുദ്ദീൻ അലി, KPCC സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല എന്നിവർ. ശ്രീ ജോണി നെല്ലൂർ, UDF താങ്കളെ പന്ത് തട്ടുകയായിരുന്നു എന്ന് താങ്കൾക്ക് ഇന്ന് മാത്രമാണോ മനസ്സിലായത്? മറ്റ് പല ഘടകകക്ഷികളും വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഇതിനകം മനസ്സിലാകുകയും അവരുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി അവർക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്തല്ലോ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിനെ പോലുള്ളവർക്കൊക്കെ. എന്തുകൊണ്ട് താങ്കൾ ഇത് ഇത്രയും വൈകി മാത്രം മനസ്സിലാക്കി? അല്ല, ഞാന് വളരെ വ്യക്തമായിട്ടാണല്ലോ പറഞ്ഞത്. 2011 തെരഞ്ഞെടുപ്പിൽ യാതൊരു ന്യായീകരണവുമില്ലാതെ എന്നെ മൂവാറ്റുപുഴ സീറ്റിൽ നിന്ന് അങ്കമാലിയിലേക്ക് മാറ്റി. അതിന് ഒരു ന്യായീകരണവും ഇല്ല. പക്ഷെ ഞാൻ UDFന്റെ ഒരു അടിയുറച്ച പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടെ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയപ്പെട്ട ശേഷം ഞാൻ ആ നിയോജകമണ്ഡലം എന്റെ സ്വന്തം നിയോജകമണ്ഡലം പോലെ ഈ കഴിഞ്ഞ 5 വർഷവും കാത്തു സംരക്ഷിച്ചു. ഏതെങ്കിലും കാരണവശാൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് തരാൻ കഴിയുകയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് എനിക്ക് നൽകിയിരുന്നെങ്കിൽ ഞാൻ അവിടെ 5 കൊല്ലം ഇതുപോലെ കഷ്ടപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഒരു ന്യായവുമില്ലാതെ അവിടെ നിന്നും എന്നെ മാറണമെന്ന് പറയുന്നു, എനിക്ക് ആ സീറ്റ് തരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് വിഷമമുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എനിക്കിതിലൊന്നും ദുഃഖമില്ല. കാരണം UDFന്റെ എല്ലാ കാലത്തും UDFന് വേണ്ടി പടപൊരുതുന്ന ഒരു പോരാളി എന്നുള്ള രീതിയിലാണ് ഞാൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. UDF എന്നോട് ചെയ്യുന്നത് നീതിയാണോ അല്ലെങ്കിൽ ന്യായമാണോ നീതികേടാണോ എന്നൊക്കെ വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണ്. ശ്രീ ജോണി നെല്ലൂർ, അതായത് UDF ഇപ്പോൾ താങ്കളോട് കാണിച്ചിരിക്കുന്ന ഈ നീതികേട് മാധ്യമപ്രവർത്തകർ താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കളുടെ മനസ്സിലുള്ളത് അതുപോലെ പുറത്തു വന്നു. ഇപ്പോൾ കുറച്ചുകൂടി ആ കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വന്നു, ഒരു സമയം കിട്ടിയിരിക്കുന്നു താങ്കൾക്കും എല്ലാവർക്കും ചിന്തിക്കാനൊക്കെ. ആ പഴയ 2 ദിവസം മുമ്പ് പറഞ്ഞ ആവേശത്തോടു കൂടി ഇപ്പോൾ UDFനെ താങ്കൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് അവരെ മനസ്സ് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ മനസ്സ് മാറട്ടെ. താങ്കൾ എന്തായാലും UDFനോടൊപ്പം ചാവേറായി തന്നെ ഉണ്ടാകും. അല്ല, ഞാൻ UDFനെതിരെ അല്ലല്ലോ പറഞ്ഞത്, അങ്ങനെ വ്യാഖ്യാനിക്കണ്ടല്ലോ. അല്ലെ, ഞാൻ UDFന് അകത്ത് നിന്നുകൊണ്ട് തന്നെ UDFൽ നിന്ന് എന്റെ പാർട്ടിക്ക് അപമതി ഉണ്ടാക്കുന്ന, എനിക്ക് വ്യക്തിപരമായി ആക്ഷേപം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് അവിടെ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വരുന്ന സന്ദർഭത്തിൽ ആ സീറ്റ് നൽകുകയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു മനോവ്യത, ആ വ്യത ഞാൻ പരസ്യമായി പറഞ്ഞു എന്നുള്ളതല്ലാതെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഉടനെ UDF വിടുമെന്നോ അല്ലെങ്കിൽ UDF ഒരു സീറ്റിന്റെ പേരിലൊന്നും മുന്നണി ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് നിലപാട് മാറ്റുന്ന ആളല്ല. സ്ഥാനമാനങ്ങൾക്ക് അത്ര വലിയ വില കൽപ്പിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എത്രയോ ഉയർന്ന സ്ഥാനങ്ങൾ എന്നെ തേടി വന്നു. ഞാൻ നിഷ്കരണം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ സ്ഥാനമാനങ്ങളേക്കാൾ കൂടുതൽ നിൽക്കുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് എന്റേത്. UDF നീതികേടാണോ കാണിച്ചത് എന്നുള്ളത് എല്ലാവരും വിലയിരുത്തട്ടെ. ശ്രീ ജോണി നെല്ലൂർ, UDF താങ്കളോട് ഈ രീതിയിൽ നീതികേട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് UDFൽ താങ്കൾക്ക് വേണ്ടി വാദിക്കേണ്ട താങ്കളുടെ പാർട്ടിയുടെ തന്നെ മറ്റ് നേതാക്കൾ അനൂപ് ജേക്കബിനെ പോലുള്ളവരൊക്കെ ആണല്ലോ അതിന് ഉത്തരവാദി. അവരാണല്ലോ അത് പറയേണ്ടത്. UDFനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് തുറന്നു പറയേണ്ടത് ശ്രീ അനൂപ് ജേക്കബിന്റെ പേര് തന്നെയല്ലേ? അല്ല, ഞങ്ങളുടെ പാർട്ടി ഇപ്രാവശ്യത്തെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ചപ്പോ 4 സീറ്റ് മുന്നണിയിൽ ചോദിക്കണം എന്നാവശ്യപ്പെട്ടു. ആ 4 സീറ്റുകൾ ഏതൊക്കെ ആകണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. മുൻഗണനാ ക്രമത്തിൽ സീറ്റുകൾ എഴുതി. 1 സിറ്റിംഗ് MLA ഉള്ള സ്ഥലം പിറവം, 2 കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി ചെയർമാനായ ഞാൻ മത്സരിച്ച അങ്കമാലി, 3 കുട്ടനാട് അല്ലെങ്കിൽ ഉടുമ്പൻചോല. ഈ 2 സീറ്റുകൾ നേരത്തെ ഞങ്ങൾ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. 4ാമത്തെ സീറ്റായി കൊട്ടാരക്കരയോ പുനലൂരോ. ഇതാ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ പ്രയോറിറ്റിയിൽ തന്നെ എഴുതി അത് കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറി. ആ ചർച്ചയിൽ അനൂപ് ജേക്കബും ഞാനും അടക്കം ഞങ്ങളുടെ നേതാക്കന്മാർ പങ്കെടുത്തു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അന്ന് ചർച്ചയിൽ പോയതിനു ശേഷം വേറെ സംഭവവികാസങ്ങളൊന്നും ഉണ്ടായതായി എനിക്കറിയില്ല. അപ്പോ ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഞാൻ ചില വാർത്ത കണ്ടപ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ വലിയ ഞെട്ടലുണ്ടായി. കാരണം UDFന്റെ സീറ്റ് ചർച്ച തൃപ്തികരമല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്റെ പാർട്ടിക്ക് വേണ്ടിയാണ്. ആ പാർട്ടിക്ക് വേണ്ടി ഞാനത് പറഞ്ഞത് ആരോടുമുള്ള വിരോധമല്ല, UDFൽ കലഹം ഉണ്ടാക്കാനുമല്ല. പക്ഷെ എന്റെ പാർട്ടിയുടെ മന്ത്രി മാധ്യമത്തോട് സംസാരിച്ചപ്പോ ചർച്ച തൃപ്തികരമെന്ന് പറഞ്ഞത് എന്നെ വേദനിപ്പിച്ചു. പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തി.
ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ശ്രീ ജോണി നെല്ലൂർ, താങ്കളുടെ പാർട്ടിയുടെ ഒരു മന്ത്രി, അദ്ദേഹമാണ് ഇനിയും ഒരുപക്ഷെ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ആൾ എന്ന് വേണമെങ്കിൽ പറയാം. താങ്കൾ പാർട്ടിയുടെ ചെയർമാനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പക്വതക്കുറവ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത്രയും കാലം ഈ 5 കൊല്ലവും നിങ്ങൾ അദ്ദേഹത്തെ ചുമന്നത്? ഇപ്പോൾ എന്തിനാണ് ആ രീതിയിൽ ഇപ്പോൾ പുതിയൊരു കാര്യം മനസ്സിലാക്കിയതുപോലെ പറയുന്നത്? ഈ പക്വതയില്ലാത്ത ആളുകളോടൊപ്പം നിങ്ങൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ അദ്ദേഹത്തിന് പക്വതയില്ല എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, അത് രാഷ്ട്രീയ പോരാട്ടമാണ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുൻപരിചയമില്ല. അല്ലാതെ ഭരണരംഗത്തോ നിയമസഭാ സാമാജിക രംഗത്തോ അദ്ദേഹത്തിന് പക്വതയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തുള്ള മുൻപരിചയമില്ല അദ്ദേഹത്തിന്. പരിചയക്കുറവുള്ളത് കൊണ്ട് സീറ്റ് ചർച്ച നടക്കുമ്പോൾ ഏത് മുന്നണിയിലായാലും സീറ്റ് കിട്ടുവാൻ വേണ്ടി വാദഗതികൾ ഉന്നയിക്കുമ്പോൾ, വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും. ചിലപ്പോൾ ക്ഷോഭിക്കേണ്ടി വരും, ചിലപ്പോൾ ഇറങ്ങിപ്പോരേണ്ടി വരും. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും ശ്രീ ടി എം ജേക്കബും നിരവധി ചർച്ചകൾ പങ്കെടുത്ത് എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. പഴയ കാലത്തെ ആ രീതികളൊക്കെ മാറിയില്ലേ ശ്രീ ജോണി നെല്ലൂർ? ഇപ്പൊ അങ്ങനെ ഈ ഉള്ള പരമ്പരാഗതമായ ശൈലിയൊന്നും വേണ്ട എന്നാണ് അനൂപ് ജേക്കബ് ഒക്കെ കരുതുന്നത്. അവർ വളരെ സോഫ്റ്റായി UDF-ലെ മറ്റുള്ള നേതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് വാങ്ങാൻ നോക്കുന്നു. അങ്ങ് പഴയ ശൈലിയിൽ തന്നെ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചുമൊക്കെ സീറ്റ് വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു ശൈലിയാണ്. അല്ലാതെ വലിയ ആദർശപരമായ വ്യത്യാസം UDF-നകത്ത് താങ്കൾ കാണുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? പേടിപ്പിച്ചല്ല, ഒരു പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി പാർട്ടിക്ക് അവകാശപ്പെട്ട സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നുള്ളത് പാർട്ടി ചെയർമാൻ എന്നുള്ളതിൽ എന്റെ ധർമ്മമാണ്, എന്റെ കടമയാണ്. അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനാ പാർട്ടി ചെയർമാനായിട്ട് ഇരിക്കുന്നത്? ഞാൻ പാർട്ടിക്ക് വേണ്ടിയായി വാദിക്കുന്നത്. എനിക്ക് അതാണ് ചോദ്യം. അങ്ങനെ തന്നെയാണെങ്കിൽ ഇത്രയും കാലം അത് വരുമ്പോൾ ഇപ്പോഴും അത് തുടരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ താങ്കൾ എന്തിനാ പാർട്ടിയുടെ ചെയർമാനായി ഇപ്പോഴും തുടരുന്നു? അല്ല, എന്റെ പാർട്ടിയിൽ എനിക്ക് സമ്പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ലല്ലോ. പാർട്ടിയിൽ നിരവധി സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന നേതാക്കന്മാരുണ്ട്, പാർട്ടിയുടെ അണികളുണ്ട്, നേതൃ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളിലൊക്കെ ഏകകണ്ഠമായ അഭിപ്രായം രൂപീകരിച്ച് ആ അഭിപ്രായമാണ് ഞാൻ മാധ്യമങ്ങളോട് പറയുന്നത്, ആ അഭിപ്രായമാണ് UDF-ൽ പറയുന്നത്. ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അത് ഞാൻ ചെയ്യുമ്പോൾ അത് മറ്റു രീതിയിൽ കാണേണ്ടതില്ല. അങ്ങനെ കണ്ട് പ്രവർത്തിക്കണം പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എന്നാണ് എന്റെ അഭിപ്രായം. ഇതിപ്പോ തിങ്കളാഴ്ചയോടുകൂടി ഇതിനകത്ത് കൂടുതൽ ഒരു വ്യക്തത വരുമോ? താങ്കൾ പാർട്ടിയിലെ താങ്കളോടൊപ്പമുള്ള മറ്റ് ഘടകങ്ങളിലുമൊക്കെ ഈ കാര്യങ്ങൾ വിശദമാക്കി ഉന്നതാധികാര സമിതിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. അവിടെ ഇതൊക്കെ വ്യക്തമാക്കി ഒരു തീരുമാനം തിങ്കളാഴ്ച ഉണ്ടാകുമോ? പാർട്ടിക്ക് തീരുമാനമല്ല, പാർട്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 4 സീറ്റുകൾ, ആ 4 സീറ്റുകൾ തന്നെ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയിൽ ഒരുപക്ഷെ 3 സീറ്റ് എന്ന് താഴാം. 3 സീറ്റെങ്കിലും കിട്ടാതെ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് തീരുമാനമായി മുന്നണി നേതൃത്വത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് യോഗം ചേർന്നിരിക്കുന്നത്. അല്ലാതെ പാർട്ടിക്കകത്തൊരു അഭിപ്രായ ഭിന്നതയുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഏതെങ്കിലും കൂടി മതിയായ ആലോചനയില്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അത് പൊതുവെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കും, പാർട്ടിയുടെ വാദഗതികൾക്ക് മങ്ങൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ ജോണി നെല്ലൂർ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, KPCC സെക്രട്ടറിയാണ് താങ്കൾ ഒരു സ്ഥാനാർത്ഥി ആകുന്ന ആളുകളുടെ പേര് ഉള്ള ഒരാളാണ് താങ്കളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളിൽ അതും ഒക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ തർക്കങ്ങളുണ്ട്. കൊല്ലം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും തർക്കങ്ങളുണ്ട്. പത്തനാപുരം പോലെയുള്ള മണ്ഡലങ്ങളിലെ തർക്കമൊക്കെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ UDF-ലുള്ള ഒരു ഘടകകക്ഷിയുടെ ചെയർമാനാണ് ഈ രീതിയിൽ പാർട്ടിക്കകത്തെ മന്ത്രിയെക്കുറിച്ച് തന്നെ ഈ രീതിയിൽ പറയുന്നു, പക്വതയില്ല എന്ന് പറയുന്നു, സീറ്റിൻ്റെ പേരിലാണ്, സീറ്റ് വാങ്ങിച്ചെടുക്കാൻ പോലും അറിയില്ല എന്ന് പറയുന്നു. മൊത്തത്തിൽ UDF-നാണ് ഇതിൻ്റെ ക്ഷീണം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഹൈക്കമാൻഡിന് പോയ ഒരു പരാതി ശ്രീ ജ്യോതികുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനെ പോലെ ഉള്ളവരൊക്കെ പരാതി കൊടുത്തിരിക്കുന്നത് ഈ AI ഗ്രൂപ്പുകൾ, പഴയ സീനിയർ ആളുകളൊക്കെ ഇത് സീറ്റുകൾ വീതം വെച്ച് തന്നെ കൊണ്ടുപോവുകയാണ്. പുതിയ യുവാക്കൾക്കാർക്കും ഇപ്പോൾ സ്ഥാനമുണ്ടാകാൻ പോകുന്നില്ല എന്നൊരു ഭീതി അവർക്കുണ്ട്. ഈ തർക്കങ്ങളൊക്കെ എല്ലായിടത്തും സീറ്റ് വിഭജനം നടക്കുകയാണല്ലോ ശ്രീ ജ്യോതികുമാർ. നിങ്ങളുടെ കാര്യം മാത്രം എന്താണ് ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അലക്കുന്നത്? അല്ല, ഈ പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം UDF-ൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഘടകകക്ഷികൾ തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുള്ളത്. UDF-ൽ അതിൻ്റെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ 14-ും 15-ഉം തീയതികൾ വരുന്ന തിങ്കളും ചൊവ്വയുമായി ഇതിൻ്റെ ചർച്ചകൾ പൂർത്തീകരിച്ച് ഘടകകക്ഷികൾക്കുള്ള സീറ്റ് വിഭജിച്ച് നൽകും. അതിനെ സംബന്ധിച്ച് ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ശ്രീ ജോണി നെല്ലൂർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു,
ഞാൻ UDFിൻ്റെ ഭാഗമാണ്, ഞാൻ UDFിൽ അടിയുറച്ച് നിൽക്കുന്നു, ഞാൻ പാർട്ടി ചെയർമാനാണ്, ഞാൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ ആളാണ്. രണ്ടാഴ്ച മുമ്പ് വരെ ശ്രീ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജു ഇതിനേക്കാൾ വലിയ ശക്തിയോടുകൂടിയാണ് പറഞ്ഞത്. അല്ല, അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്തു പോയത് പാർട്ടിയിൽ സീറ്റ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിലെ സീറ്റ് ഷെയറിങ്ങിനെ സംബന്ധിച്ചുള്ള തർക്കം മൂലമോ അല്ല ഞങ്ങൾ പുറത്തു പോയതെന്നും ഞങ്ങളുടെ പാർട്ടി നേതൃത്വവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കുറച്ച് നേതാക്കൾ വിട്ടുപോയതെന്നും അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സീറ്റ് വിഭജനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നു. പാർട്ടിയിലും UDFിലും വളരെ കൃത്യമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മാത്യു കുഴൽനാടനെ പോലെയുള്ളവരൊക്കെ ഈ ഹൈക്കമാൻഡിലേക്ക് കത്ത് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതല്ലെങ്കിൽ തന്നെ ചില സ്ഥാനാർത്ഥികൾ കെട്ടിയിറക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ രീതിയിലുള്ള ആളുകളുടെയൊക്കെ പേരുകൾ താഴത്തെ ഘടകങ്ങളിൽ വരാതെ ചിലരുടെ മാത്രം നിർദ്ദേശമായി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടിയിൽ തന്നെ 3 നേതാക്കളാണല്ലോ കാര്യങ്ങളെല്ലാം ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നതായി നിങ്ങളൊക്കെ അവകാശപ്പെടുന്നത്. അതിൽ 2 പേരുടെ ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് മറ്റൊരാൾക്ക് വേണ്ടി തിരിയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ടാണ്? അല്ല, ഇതൊക്കെ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. നമുക്കറിയാം, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് ഒരു മുഖ്യധാരാ പാർട്ടിയിൽ ഏറ്റവും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഇപ്രാവശ്യം കോൺഗ്രസിൽ മാത്രമാണ്. താഴെത്തട്ടിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലോട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഓരോ നിയോജകമണ്ഡലത്തിലേക്ക് സംബന്ധിച്ചും സാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കി അതിനുശേഷം അത് ഇപ്പോൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശം കൂടി കിട്ടിയതിനു ശേഷം അവരുടെ നിർദ്ദേശം പറയുമ്പോഴാണ് ഈ പറഞ്ഞ യുവാക്കൾ ആരെങ്കിലും അവിടെ അവരുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതി നൽകിയിട്ടുണ്ടെങ്കിൽ വരുന്ന കാര്യങ്ങൾ മുകളിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടാത്ത സമിതിയാണ് പരിശോധിക്കുന്നത്. അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇതിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൽ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രാഥമിക ലിസ്റ്റ്. ആ ലിസ്റ്റിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൻ്റെ കൂടി അഭിപ്രായങ്ങൾ, അവിടെ കിട്ടുന്ന നിവേദനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് വീണ്ടും സംസ്ഥാന ഘടകത്തിന് തരികയും ഈ UDFിൻ്റെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച 15-ാം തീയതി പൂർത്തിയാകുന്നതോടുകൂടി 15-ാം തീയതി KPC ഭാരവാഹികളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. 16-ാം തീയതി KPC എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. 16-ാം തീയതി വൈകിട്ട് KPCയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയ സമിതിയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് കാര്യത്തിനാണ് ഇതിനകത്ത് എന്ത് തീരുമാനിക്കാൻ? ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞല്ലോ, അതിൽ അതൃപ്തി ഉണ്ടല്ലോ എല്ലാവർക്കും. അവിടെ ഇനി എന്ത് തീരുമാനിക്കാനാണ് ഇനിയിപ്പോൾ ഈ കൂടാൻ പോകുന്നത്? എന്ത് അതിർത്തി എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പരാതി ആയിട്ടുള്ള MLA-മാരുടെ കാര്യത്തിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ അല്ലാതെ ചില ആളുകളുടെ പേര് കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങളുടെ ഇടയിൽ തന്നെ സംശയമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ചാനൽ കൈരളി പീപ്പിൾ ചാനലിൽ തന്നെ പല പ്രാവശ്യം ലിസ്റ്റുകൾ ഓരോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലപ്പോഴും പ്രഖ്യാപിച്ചു. അതിന് ഒരിക്കൽ പ്രഖ്യാപിച്ചല്ല പിന്നീട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ നേതൃത്വം ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുന്ന പട്ടികയെ സംബന്ധിച്ച് ആർക്കും യാതൊരു വിവരമില്ല നേതാക്കന്മാർക്കല്ലാതെ അത് അവർ ക്രോഡീകരിച്ച് കൊടുത്തിരിക്കുന്നു. നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയ സീനിയർ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയോജക മണ്ഡല തലത്തിൽ നിന്നും ജില്ലാതലത്തിൽ നിന്നും ശേഖരിച്ച പേരുകൾ സ്ഥാനാർത്ഥി നിർണ്ണയ സമിതി ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് അവിടുന്ന് അവരുടെ അപ്രൂവലോടുകൂടി വീണ്ടും കേരളത്തിലേക്ക് അടുത്ത ഘട്ടത്തിൽ ഈ തർക്കങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇതാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്. CPM പ്രതിനിധിയായി ശ്രീ മുഹമ്മദ് റിയാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടുന്നുണ്ട്, നാളെ സംസ്ഥാന സമിതിയാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ വരുന്ന ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VS മത്സരിക്കുമോ, മലമ്പുഴയിൽ VS ഉണ്ടാകുമോ, പിണറായിയും VS ഒരുമിച്ച് മത്സരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ്. ഇതിനുവേണ്ടി മാത്രമാണോ ഈ സംസ്ഥാന സമിതികളും പോളിറ്റ് ബ്യൂറോയും അവൈലബിൾ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സമിതിയും ഒക്കെ ഇങ്ങനെ ദിവസങ്ങളോളം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയമാണ് എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണോ നിങ്ങളുടെ ചർച്ച ഈ ഘട്ടത്തിൽ? മുന്നണിയും അതിന്റെ സ്ഥാനാർത്ഥികളെ കൃത്യമായി ജനാധിപത്യപരമായി അതാത് പാർട്ടികളും മുന്നണികളും ചർച്ച ചെയ്ത് യഥാസമയം നിശ്ചയിക്കും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ചില കക്ഷികൾ സ്വയം അങ്ങോട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. മുസ്ലിം ലീഗ് അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വളരെ നേരത്തെ തന്നെ. വെളുക്കാൻ വെച്ചത് പാണ്ടായതുപോലെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ കപ്പിത്താനായി പ്രവർത്തിച്ച വ്യക്തി ഇപ്പൊ റിബലായി മത്സരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. അതിനെതിരെ മുസ്ലിം ലീഗിന്റെ നിലപാടിനെതിരെ ശ്രീ കാരാട്ട് റസാഖ്. തൊട്ടപ്പുറത്ത് തിരുവമ്പാടി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ സ്വയമേവ പ്രഖ്യാപിച്ചപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹത്താൽ ആ സ്ഥാനാർത്ഥി പാടില്ല എന്ന് പറയും. പിന്നീട് മലയോര വികസന സമിതി ആ സ്ഥാനാർത്ഥി പാടില്ല എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് അതിന്റെ മുകളിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ 2011 ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് എഴുതിയൊരു കത്ത് ലീക്കാകുന്നു. ശ്രീ ഉമ്മൻചാണ്ടിക്ക് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 1 ലക്ഷം പേരുടെ ഒപ്പ് വാങ്ങി നിവേദനമായി കൊടുത്തതല്ല, വ്യക്തിപരമായി നൽകിയ കത്താണ്. അപ്പൊ ഒന്നെങ്കിൽ ആ കത്ത് ലീക്കൗട്ട് ആവണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീക്കാക്കണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ലീക്കാക്കണം. ഇതിൽ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. രാഷ്ട്രീയം വളഞ്ഞ വഴിയിലൂടെ അപ്ലൈ ചെയ്യുന്നതിൽ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ സാധ്യതയുള്ള ഉമ്മൻചാണ്ടി തന്നെയാണ് അതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നേരത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ കടുത്ത പ്രശ്നം ഉയർന്നു വരുന്നു.
കോൺഗ്രസ് പിന്നെ എന്താണ് രീതി? മുമ്പ് കോൺഗ്രസിൽ 2 ഗ്രൂപ്പായിരുന്നു, എയും ഐയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഞ്ചായത്താക്കി സീറ്റ് വീതം വെക്കും. എന്നാൽ ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് DCC ഭാരവാഹി പട്ടികയിൽ കണ്ടത്. കോൺഗ്രസുമായി കുറെ കാലമായി പതിറ്റാണ്ടുകളായി ബന്ധമില്ലാത്തവരും ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ തന്നെ DCC ഭാരവാഹികളായി. ശ്രീ VM സുധീരന്റെ പാനൽ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വന്നു. യഥാർത്ഥത്തിൽ ശ്രീ VM സുധീരന്റെ ജാഥ പരാജയമായപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസ് റിവ്യൂവിൽ വിലയിരുത്തിയത് ആ DCC ഭാരവാഹികൾ മുഴുവൻ ആ ജാഥയിൽ വന്നാൽ തന്നെ വമ്പിച്ച ആൾക്കൂട്ടമാകുമായിരുന്നു, അവരെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ്. DCC ഭാരവാഹികളെ വേണം 100, 200, 300 ഒരു കുർള എക്സ്പ്രസിൽ കൊള്ളുന്ന കമ്പാർട്ട്മെന്റിൽ കൊള്ളുന്നത്ര ആളെ വെക്കാം. പക്ഷെ അതുപോലെയല്ലല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അത് ഒരു മണ്ഡലത്തിൽ ഒരാളില്ലേ പറ്റൂ. ഇപ്പോഴുള്ള ജംബോ ലിസ്റ്റാണ്. ഓരോ ഗ്രൂപ്പും 3 ആളുകളെ വെച്ച് കൊടുത്തു, ജംബോ ലിസ്റ്റ്. പക്ഷെ അതിന് ഒരാളെ തീരുമാനിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്ന KPCC യോഗത്തിൽ നല്ല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറാകണം. ശ്രീ മുഹമ്മദ് റിയാസ്, ശരി, ആ കാര്യം നിങ്ങൾക്ക് ഇപ്പോ കൃത്യമായി UDF-നെ അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ്. അവരിങ്ങനെ തെരുവിൽ അവർ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്, ചർച്ച പൊതുമാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഒരിക്കലും ഈ സ്ഥാനാർത്ഥി നിർണയം സുഗമമായിരിക്കും, ഒരു തരത്തിലും ആളുകളെ കൊണ്ട് പറയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? അത് 100% ഉറപ്പാണ്. കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അവർക്ക് ചിന്താവാദം വിളിച്ച് പോസ്റ്റർ ഇട്ടിട്ട് ജയിപ്പിക്കുക എന്നല്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് സ്ഥാനാർത്ഥി. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതീകം, എ കാൻഡിഡേറ്റ് ഇസ് എ സിംബിൾ ഓഫ് അവർ പൊളിറ്റിക്സ്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് സ്ഥാനാർത്ഥി. ആ നിലയിൽ ജനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം UDF-ന് നല്ലൊരു യാത്രയപ്പ് നൽകണമെന്നുള്ളതാണ്. ജനവിരുദ്ധ നയം നടപ്പിലാക്കുന്ന സർക്കാരിന് കെട്ടുകെട്ടിക്കണമെന്നാണ്. ആ രാഷ്ട്രീയത്തിന്റെ പ്രതീകം ജനം ആഗ്രഹിക്കുന്നത് പോലുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിശ്ചയിക്കും, ഒരു തർക്കമില്ല. പക്ഷെ ഇവിടെ ശ്രീ ജോണി നല്ലൂർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ശ്രീ അനൂപ് ജേക്കബിന് പക്വതയില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അഴിമതി നടത്തുന്ന കാര്യത്തിൽ അനൂപ് ജേക്കബ് നല്ല പക്വത കേരളത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ 4 കൊല്ലം നല്ല പക്വത കാണിച്ചിട്ട്, അതുകൊണ്ട് ആ അഭിപ്രായത്തോട് മാത്രം എനിക്ക് യോജിക്കും. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ VV രാജേഷ്, നിങ്ങൾ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക് ഏറ്റവും മുകളിൽ എത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. അത് പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരിടത്തും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പലയിടത്തും നിങ്ങൾ പറഞ്ഞും പറയാതെ ഒക്കെ കുറേ സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് നിന്ന് തുടങ്ങിയിരിക്കുകയാണ് അടി. നിങ്ങളും അത്ര സുരക്ഷിതമല്ല. എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഇന്നിപ്പോൾ തന്നെ പീപ്പിൾ TV-യിൽ പാലക്കാടൊന്നും ഒരു പ്രശ്നമില്ല, പാലക്കാടൊക്കെ തന്നെ ഈ പ്രാവശ്യം ഏറ്റവും നല്ല ഭൂരിപക്ഷം കിട്ടാമെന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. BJP-ക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ഞങ്ങളോട് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൽ കാണിക്കുക ആരാണ് സ്ഥാനാർത്ഥി? പാലക്കാട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ ഉണ്ടാകും. പാലക്കാട് ഏറ്റവും നല്ല ഭൂരിപക്ഷം. അതെ, അത് സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോഴേക്ക് ആ പേര് വരുമല്ലോ. എന്തായാലും ശരി, പാലക്കാട് ഏറ്റവും ശോഭാ സുരേന്ദ്രനാണോ അവിടെ സ്ഥാനാർത്ഥി? ശോഭാ സുരേന്ദ്രന്റെ പേരാണ് വളരെ സജീവമായിട്ട് പാർട്ടിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയായിരിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എല്ലാ കമ്മിറ്റിയും സമ്മതിച്ച ശേഷം മാത്രമല്ലേ BJP-യിൽ ആ പ്രോസസ് നടക്കാറുള്ളൂ. സാധാരണ അങ്ങനെയാണ്, പക്ഷേ ഇത്തവണ അങ്ങനെ അല്ലാതെ വന്നതുകൊണ്ടാണ് അതൊരു ചർച്ചാ വിഷയമാകുന്നത്. അല്ലല്ല, മാധ്യമങ്ങൾക്ക് എന്തും പറയാം. ഇപ്പോൾ തന്നെ പീപ്പിൾ TV-യിൽ ഒരു വാർത്ത കാണിക്കുന്നുണ്ട്, 6 സീറ്റിൽ UDF-നെ സഹായിക്കും, ബാക്കി 17 സീറ്റ്, അല്ല 6 സീറ്റിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം കണ്ട ആവേശം നിങ്ങൾക്ക് ഇപ്പോഴില്ലല്ലോ, കുറച്ചിങ്ങനെ വൈകി പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ മണിക്കൂറിലും ഇങ്ങനെ ആവേശം കാണിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. വോട്ടെണ്ണുമ്പോഴേക്കും സ്ഥാനാർത്ഥി ജയിക്കണം. അതിന് ചില സമയത്ത് ആവേശം കാണിക്കേണ്ടതായിട്ടുണ്ട്, ചില സമയത്ത് കുറച്ച് മെല്ലെ പോകേണ്ടതായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് 5-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ ഈ മെയ് 16-നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ BJP-യാണ് ഏറ്റവും അധികം സന്തോഷിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഞങ്ങളിതാ ഇപ്പോൾ ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകും എന്ന് വളരെ കാര്യമായി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ പിറകിൽ നിങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലാൽ, ഏറ്റവും മുൻപിൽ ഞങ്ങളാണ്. പക്ഷേ മറ്റുള്ളവരുടെയൊക്കെ പുറത്ത് വരുന്നതും കൂടുതൽ ഉത്സാഹഭരിതമായി കാണുന്നത് അവിടെ ഈ സീറ്റ് നിഷേധിക്കൽ, അതോടൊപ്പം തന്നെ മറ്റ് സീറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളുടേതിൽ ഉള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇന്റേണൽ ഡിസ്കഷനിലൂടെ അതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടിത്തട്ടിലുള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടത്തുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ കൃത്യമായി ബൂത്ത് തലത്തിലും നിയോജക മണ്ഡലം പഞ്ചായത്ത് തലത്തിലുമൊക്കെ ക്രോഡീകരിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷ്, പക്ഷെ ഒരു കാര്യം കൂടി, ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കെ സുരേന്ദ്രൻ
മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തല്ല, കാസർഗോട്ടേക്ക് പോകുന്നു. മഞ്ചേശ്വരം വരെ പോകാൻ പറ്റില്ല. അതുപോലെ കുമ്മന ശ്രീ ഒ രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടെന്ന് കരുതുന്ന നേമത്ത് PP മുകുന്ദൻ സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ള വാർത്തകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുകയാണ്. JS-ഉമായുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ. ലാലെ, സുരേന്ദ്രൻ തിരുവനന്തപുരത്തോട്ട് വരാൻ പോകുന്നു. സുരേന്ദ്രൻ പറഞ്ഞോ? പറഞ്ഞില്ല. BJP പറഞ്ഞോ? പറഞ്ഞില്ല. പറഞ്ഞത് നിങ്ങളല്ലേ? അല്ല, ഇതിനകത്ത് ഒരു കാര്യം ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിങ്ങളല്ലേ? കത്തുകൾ അയക്കുക അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക, ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെ രാവിലെ ഒരു വാർത്ത കൊടുക്കുന്നു, രാത്രി വിളിച്ച് ഞങ്ങളോട് ചോദിക്കുന്നു അതെന്തായെന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം പറയാൻ പറ്റുന്നത്? BJP-യുടെ സ്ഥാനാർത്ഥി പട്ടി ഔദ്യോഗികമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കും, കേന്ദ്രത്തിൽ നിന്ന് അത് അംഗീകരിക്കും. അതിനുശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ വളരെ നല്ല വിജയം ഇവിടെ തെരഞ്ഞെടുപ്പിൽ പോയി. പാലക്കാട് പ്രശ്നത്തിന് വേണ്ടി എന്തിനാണ് സംസ്ഥാന സമിതി ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്? അതൊക്കെ പാലക്കാട്ട് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചാലും നിങ്ങൾക്ക് ആ ചോദ്യത്തിന് പ്രസക്തിയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ പാലക്കാടെന്നല്ല ഒരു സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മാധ്യമങ്ങൾക്ക് BJP-യിൽ ഒരു വാർത്തയും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഒരു വാർത്ത കൊടുക്കുന്നു. ഇവിടെ ഞാൻ റിയാസിൻ്റെയോട് ഒരു ചെറിയൊരു സംശയം. റിയാസ് ശക്തമായിട്ട് UDF-നെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റ വാക്ക് CPM-നെ കുറിച്ച് പറഞ്ഞു. റിയാസ് ഇന്ന് പ്രകാശ് കരാട്ട് പശ്ചിമബംഗാൾ 3 യോഗം, കോൺഗ്രസിൻ്റെ 3 യോഗങ്ങളിൽ പ്രസംഗിക്കുക. അതുകൊണ്ട് റിയാസ് ഒരു പരിധി കഴിഞ്ഞ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തരുത്. റിയാസിനെതിരെ പാർട്ടിയിൽ അച്ചടക്ക നടപടി വരും. ഇപ്പം അവരൊക്കെ നിങ്ങളോടൊപ്പമാണ് റിയാസ്. അത് ഓർക്കാതെയാണ് റിയാസ് പല കാര്യങ്ങളും പറയുന്നത്. ശരി, ആ കാര്യത്തിൽ നിങ്ങൾക്കും കേൾക്കേണ്ടി വരും പല കാര്യങ്ങളും. ശ്രീ VV രാജേഷ്, അത് റിയാസ് എങ്ങനെ പറയുന്നുള്ളത് നോക്കട്ടെ. ശ്രീ ഫക്രുദ്ദീൻ അലി, കേരളത്തിലെ മുന്നണികൾ, പ്രമുഖമായ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ രീതിയിലാണ് ഇപ്പോൾ തയ്യാറെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ആരാണ് ഒരു പടി മുന്നിൽ എന്ന് ഫക്രുദ്ദീൻ അലി കരുതുന്നു? എന്തിനാണ് മത്സരത്തിനാണോ ഈ അടിയിലായിരുന്നു? അല്ല, അത് എങ്ങനെയാണെങ്കിലും വിലയിരുത്തിക്കൊള്ളൂ. ഈ ഘട്ടത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് ആരാണ് കൃത്യമായി അച്ചടക്കത്തോടു കൂടി പോകുന്നതായി പുറത്തേക്കൊരു ഫീലിംഗ് ഉള്ളത്? പുറത്തേക്ക് കൃത്യമായ അച്ചടക്കത്തോടു കൂടി പോകുന്നത് എനിക്ക് തോന്നുന്നു LDF ആണെന്ന് തോന്നുന്നു. കാരണം LDF-നെ സംബന്ധിച്ച് സീറ്റ് വിഭജനം ഒന്നും വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയില്ല. അപ്പോൾ CPM CPI ആണ് പ്രധാന സഖ്യകക്ഷികൾ. ചില സീറ്റുകൾ വെച്ചു മാറും എന്ന് കേൾക്കുന്നല്ല, മറ്റു പ്രശ്നങ്ങൾ അവിടെയില്ല. പുതുതായിട്ട് വന്നിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് വിഭാഗം അവർക്ക് 4 സീറ്റുകൾ കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് വലിയ സ്വാധീനമുള്ള മലയോര മേഖലകൾ, അതുപോലെ തന്നെ LDF-ന് അത്രത്തോളം സ്വാധീനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ നിന്നാൽ ജയിച്ചു വരാവുന്ന ഒരു സ്വാധീനം, സീറോ മലബാർ സഭയുടെയൊക്കെ ഒരു സപ്പോർട്ട് ഫ്രാൻസിസ് ജോർജിനൊക്കെ ഉണ്ട്. എസ്പെഷ്യലി മാണിയോട് ഇപ്പോൾ ഒരു അസംതൃപ്തി സഭയ്ക്കൊക്കെ ഉള്ളിലുള്ള ഒരു സാഹചര്യത്തിൽ. പിന്നെ ഇപ്പം സഖാവ് അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. അത് ഡൽഹിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വളരെ അമിക്കബിളായി സെറ്റിൽ ചെയ്യും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തേണ്ടത് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ് എന്ന് തിരിച്ചറിവ് സംസ്ഥാന നേതൃത്വത്തെ പ്രബലരായിട്ടുള്ള PB അംഗം സഖാവ് പിണറായി വിജയനും അതുപോലെ അച്യുതാനന്ദനുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോലും പോകുന്നതിന് ഇപ്പോൾ സമയമായോ ശ്രീ ഫക്രുദ്ദീൻ അലി? കാരണം അവരുടെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച്, അതിപ്പോൾ എല്ലാ പാർട്ടിയിലായാലും BJP-യിലായാലും ഒക്കെ അതിനപ്പുറമുള്ള ചില അബറേഷൻസ് കാണുമ്പോഴാണ് നമ്മൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ CPM-ൽ നിന്ന് അങ്ങനെ ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടില്ല. അവരുടെ കമ്മിറ്റികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ 24 മണിക്കൂറും ഇത് തന്നെ ചർച്ച ചെയ്യണമെന്ന് മാധ്യമങ്ങൾ വാശി പിടിക്കുന്നു. അവർ ഉദ്ദേശിക്കുന്ന ചില സാധ്യതാ പട്ടികകളിൽ ചിലരുടെ പേരുകൾ എത്തുന്നില്ല. പ്രത്യേകിച്ച് VS-ന്റെ പേര് മലമ്പുഴയിൽ കണ്ടില്ല എന്നുള്ളതാണ് ഇന്ന് ബ്രേക്കിംഗ് ആയി വരുന്നത്. മലമ്പുഴയിൽ അത് ഉണ്ടോ ഇല്ലയോ, പാർട്ടിക്ക് വേറെ എന്തെങ്കിലും തന്ത്രമുണ്ടോ എന്നുള്ളത് കാത്തിരിക്കാൻ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ലല്ലോ. അത് പാർട്ടിയുടെ കുഴപ്പമാണോ, അത് നിരീക്ഷിക്കുന്നവരുടെ കുഴപ്പമാണോ? അത് പാർട്ടിയുടെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാധ്യമങ്ങൾക്കല്ലേ സ്വാഭാവികം. ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയില്ല. മാധ്യമങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ ക്യൂരിയോസിറ്റി ജനങ്ങളുടെ ക്യൂരിയോസിറ്റിയാണ്. അത് കൈരളിയാണെങ്കിലും ഏത് ചാനലാണ് ഏത് പത്രമാണെങ്കിലും അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ക്യൂരിയോസിറ്റി കാണിക്കുന്നത്. അവർക്കറിയണം എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം ഇങ്ങനെ എയറിലുണ്ട് കുറച്ച് കാലം. കാരണം സ്വാഭാവികമായിട്ടും VS-ന്റെ പ്രായോഗമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി മത്സരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്തു പോകണം. അതൊന്ന് എനിക്ക് കിട്ടിയ ഡൽഹിയിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കിട്ടിയ വിവരം അനുസരിച്ച് വളരെ അമിക്കബിളായിട്ട് തന്നെ അങ്ങനെ ആ ചോദ്യം സെറ്റിൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ എഡ്ജ് കൊടുക്കുന്നതാണ്. 2 VS-ന്റെ പേര് ഈ പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ, അമ്പലപ്പുഴയിൽ ഇല്ലെങ്കിൽ, അത് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയുടെ കോൺഫിഡൻസ് ആണ്. VS-നെ കുറച്ചുകൂടി നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ ഉതകുന്ന പാർട്ടി പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ചുകൂടി നല്ല മത്സരം ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ VS-നെ കൊണ്ടുപോകുക. അത് മൊത്തം പാർട്ടി പ്രവർത്തകരുടെ കോൺഫിഡൻസ്. എന്തായാലും അത് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്തയും വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ചർച്ച ചെയ്യാൻ പോലും സ്കോപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഊഹിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് മറ്റുള്ള ഭാഗങ്ങളിൽ നടക്കുന്നത് ആ നിലയ്ക്കല്ലല്ലോ. അതായത് ഇപ്പോൾ ശ്രീ ജ്യോതികുമാറിന്റെ കാര്യത്തിൽ തന്നെ, കോൺഗ്രസിന്റെ കാര്യത്തിൽ, UDF-ന്റെ കാര്യത്തിൽ അവിടെ നിന്ന് ഓരോരുത്തരും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞു വരുന്നു. അവരുടെ ഭാഗത്ത് UDF-ൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായി വരുന്നു.
പുറത്തു പോയില്ലെങ്കിലും അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയും എന്ന് ജോണി നെല്ലൂരിനെ പോലുള്ളവർ പറയുന്നു. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പലരും സ്ഥാനാർത്ഥി നിർണയത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, ആ പട്ടികയിൽ സാറ്റിസ്ഫൈഡ് അല്ല. പലയിടത്തും പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികൾ, പത്തനാപുരത്ത് ജഗദീഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജ്യോതികുമാർ പോലും സാറ്റിസ്ഫൈഡ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുമായിരിക്കും, എനിക്കറിയില്ല. അല്ല, ഇവിടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലഘട്ടത്തിലുള്ള അത്ര അടി കോൺഗ്രസിന് ഉള്ളിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ മുന്നണിയിലെ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമാണ് എന്ന് കാണാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ലീഗിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം മുനീറും ഈ പറഞ്ഞിട്ടുള്ള ഉഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള ചില വടലപ്പിണക്കങ്ങളെ കണ്ടുള്ളൂ. ഇന്ന് അതല്ല പ്രശ്നം. ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് ഒരു മണ്ഡലമായിട്ടുള്ള ഈ കൊടുവള്ളിയിൽ വിമതം വന്നിരിക്കുന്നു. അതുപോലെ തിരുവമ്പാടി വലിയ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചില മണ്ഡലങ്ങൾ അവർ കോൺഗ്രസ് വെച്ചു മാറാൻ അവർ തന്നെ മുമ്പ് ലീഗ് ആലോചിക്കുന്ന സംഭവമാണ് അവർ തന്നെ ആലോചിക്കുന്നത്. രണ്ട്, മാണിക്ക് മുമ്പ് കിട്ടിയിരുന്ന സപ്പോർട്ട് ഇപ്പോൾ സഭയുടെ അത് കിട്ടുന്നില്ല. മാണി ഇപ്പം നിശബ്ദനാകാനും മാണി നിശബ്ദമായ കാര്യങ്ങൾ നീക്കാൻ മുമ്പത്തെ പോലെ വലിയ ക്ലെയിംസ് ഒന്നും മാണി ഉന്നയിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് അവിടെ ചാടിപ്പോന്ന് ആരെങ്കിലും സ്വീകരിക്കണ്ടേ? ഈ സഭയുടെ സപ്പോർട്ടിൽ ആരാ സ്വീകരിക്കും? ഇതാണ് മാണി നേരിടുന്ന പ്രശ്നം. രണ്ടാമത്തെ കാര്യം ജോണി നെല്ലൂരിൻ്റെ കാര്യം. ജോണി നെല്ലൂരിനെ പോലെയുള്ള ചെറിയ കക്ഷികൾ ഇതിനു മുമ്പ് ഇലക്ഷന് തന്നെ ഉമ്മൻചാണ്ടി ഒതുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ സമയത്ത് ജയിച്ചു വന്ന സമയത്ത് ചെറിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ജോണി നെല്ലൂരിൻ്റെ ഒക്കെ പ്രശ്നം ജോണി നെല്ലൂർ എന്നെ സൃഷ്ടിച്ച ഈ ചെറിയ ചെക്കനെ പിടിച്ചിട്ട് മന്ത്രിയാക്കേണ്ട വല്ല ആവശ്യം ജോണി നെല്ലൂരിന് മത്സരിച്ച പറയുന്നു. പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പാർട്ടി പരാതി ഇപ്പം പറയുകയും ചെയ്തു. മാത്രമല്ല പല സന്ദർഭങ്ങളും മറ്റു പല ഘടകകക്ഷികളും UDF പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിശക്തമായി UDF വേണ്ടി നിന്നാളാ. യെസ്, ശ്രീ ജ്യോതികുമാർ, ഈ നിങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ UDF പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് നേരത്തെ റിയാസും ഇപ്പോൾ ഫക്രുദ്ദീൻ അലിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല പലയിടത്തും നിങ്ങളെപ്പോലെ വർഷങ്ങളോളം വിറക് വെട്ടിയും വെള്ളം കോരിയും പാർട്ടിക്ക് വേണ്ടി നിന്നവർക്കല്ല ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു കൊടുക്കാൻ തന്നെയാണോ പോകുന്നത്? പുറത്ത് കേൾക്കുന്ന കഥകൾ തെറ്റാണോ?